നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു വരുമാനത്തിനായിട്ട് ശ്രമിക്കുകയും കൃത്യമായ ഒരു വരുമാനം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഇത്തരം ചില മിസ്റ്റേക്കുകളായിരിക്കും. ഞാൻ ആ മിസ്റ്റേക്കുകളെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്ക് 10K ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 15K ഫോളോവേഴ്സ് ഉണ്ട്, 20K ഫോളോവേഴ്സ് ഉണ്ട്. എങ്കിലും അവർക്ക് അവരുടെ വീഡിയോസ് ഒന്നും നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്, പക്ഷേ കൃത്യമായൊരു വരുമാനം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് പല ആൾക്കാർ പറയുന്നുണ്ട്. അവരുടെ അക്കൗണ്ടുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ ആദ്യമേ പറയാം, ഞാനൊരു എക്സ്പെർട്ട് ആളൊന്നുമല്ല ഇതിനെപ്പറ്റി. എൻ്റെ അറിവ് വെച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് വന്ന ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ വെച്ചിട്ട് ഇതിനൊരു സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഒരു കാരണം പറയുന്നതേ ഉള്ളൂ. പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റൊരാൾ ചെയ്ത ഒരു ഫേസ്ബുക്ക് കണ്ടൻറ്റോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി പബ്ലിഷ് ആയ ഒരു കണ്ടൻറ്റോ എടുത്ത് നമ്മളങ്ങ് റീപോസ്റ്റ് ചെയ്യും. അപ്പം ആ റീപോസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ആ വ്യൂസ് ഇങ്ങനെ കൂടും. നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ 1 മില്യൺ 3 മില്യനൊക്കെ വ്യൂസ് കയറി പോകുമ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള എമൗണ്ട് ലഭിക്കുന്നത് ഇത് യഥാർത്ഥമായിട്ട് പോസ്റ്റ് ചെയ്ത ആൾക്കാരായിരിക്കും. നമ്മളുടേതായ കണ്ടൻറ്റുകൾ ഇടുക. ഇപ്പം റീസെൻ്റ്ലി യൂട്യൂബ് ഡിക്ലെയർ ചെയ്തൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കണമെങ്കിൽ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകൾ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ. മറ്റാരെങ്കിലും ചെയ്തൊരു കാര്യം പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് അവർ ഡിക്ലെയർ ചെയ്ത് ഒരുപക്ഷെ ചാനലുകളും അല്ലെങ്കിൽ മറ്റ് ന്യൂസ് പ്ലാറ്റ്ഫോമുകളൊക്കെ നിന്ന് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് പറഞ്ഞാൽ, ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പം ഞാനിപ്പോൾ ഇടുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഒരു ഷൂട്ട് ചെയ്യുന്ന മറ്റൊരു പുറത്ത് ഷൂട്ട് ചെയ്യുന്നൊരു വീഡിയോ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഇമ്പാക്റ്റ് ഇച്ചിരി കൂടട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ മ്യൂസിക് ആഡ് ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് ഇത് സംഭവിക്കുന്നത് ഫേസ്ബുക്കിലൊക്കെയാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെയാണെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യുമ്പോൾ അവർ ഓൾറെഡി എഴുതി കാണിക്കും ഇത് പിന്നെ മോണിറ്റൈസേഷൻ നടക്കത്തില്ല, അല്ലെങ്കിൽ പാർഷ്യലി മോണിറ്റൈസേഷൻ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് വയലേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ ഇടുന്ന മ്യൂസിക് ചിലപ്പോൾ അവർ മ്യൂട്ട് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഫേസ്ബുക്കിൽ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മ്യൂസിക് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് മ്യൂസിക്കുകൾ കിട്ടും. അതിൽ പലപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല, ഏറ്റവും നല്ല മ്യൂസിക്കൊക്കെ അവർ സെലക്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ആ മ്യൂസിക്കിൻ്റെ ഒക്കെ ഓരോ മ്യൂസിക്കിന് താഴെയായിട്ട് റവന്യൂ ഷെയറിങ് എഴുതിയിട്ടുണ്ട്. പലപ്പോഴും ഈ റവന്യൂ ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ആ ഒരു വീഡിയോ, ഇപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തു, ആ വീഡിയോയ്ക്ക് ഞാനൊരു മ്യൂസിക് ഇട്ടെങ്കിൽ വെച്ചോ, വീഡിയോ അത്യാവശ്യം നല്ല പോപ്പുലറായി, എനിക്കൊരു $10 കിട്ടിയെങ്കിൽ ആ $10 ഒരു ഏകദേശം ഒരു 70% ഈ മ്യൂസിക് ജനറേറ്റ് ചെയ്ത മ്യൂസിക് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പോകും. പറഞ്ഞ കാര്യം പിടികിട്ടിയോ? പലപ്പോഴും ആൾക്കാർ ചെയ്യുന്ന ഒരു റിപ്പീറ്റഡ് മിസ്റ്റേക്കാണ്, നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റിനകത്തോട്ട് നമ്മൾ അഡീഷണൽ മ്യൂസിക് ആഡ് ചെയ്യുക. ഫ്രീ മ്യൂസിക്കുകളുണ്ട്, അല്ലാണ്ട് ഫേസ്ബുക്ക് തന്നെ സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകൾ സജസ്റ്റ് ചെയ്യുന്ന മ്യൂസിക്കുകൾ ചെയ്യുമ്പോൾ ആ മ്യൂസിക്കിന് നമുക്ക് കിട്ടുന്ന വരുമാനം അങ്ങോട്ട്